കൂടെപ്പിറപ്പിനെ പോലെ ഒപ്പം നടന്നവൻ ചതിച്ചിട്ടും മറ്റേ പെണ്ണിനോട് ഇതാരാണ് ചെയ്തതെന്ന് പോലീസ് ചോദിച്ചപ്പോൾ ഹീറോ അതാരാണ് ചെയ്തതെന്ന് പറയാതെ ഞാൻ കാല് തെറ്റി വീണതാണെന്ന് പറയാൻ പറഞ്ഞു. കൂടാതെ ആൻസോ ഒരിക്കലും ഈ കാര്യങ്ങളൊന്നും അറിയരുതെന്ന് അവളോട് പറഞ്ഞു. കൂടാതെ ബിയോൻസോക്കിനെ വിളിച്ച് നീ നിർത്തിക്കോ, ആൻസോയുടെ അടുത്ത് കളിക്കണ്ട എന്ന് പറഞ്ഞു. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ രാഷ്ട്രീയക്കാരനായ ബിയോൻസോക്കിന്റെ അച്ഛനും അറിഞ്ഞു. അവനെ ആ സ്കൂളിൽ നിന്ന് തന്നെ മാറ്റി അബ്രോഡിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. എന്നാൽ അടുത്ത ദിവസം മുതൽ ആൻസോ ക്ലാസ്സിന് ഹീറോ വരാത്തത് കണ്ടതും അവനെ കോൾ ചെയ്തു. എന്നാൽ അത് എടുക്കാതെ എനിക്ക് വീട്ടിലൊരു പണിയുണ്ട്, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരൂ എന്ന് മെസ്സേജ് അയച്ചു. ഹാൻസോ നേരെ പോയി മറ്റേ പെണ്ണിനെ കണ്ടു. ഇന്നലെ രാത്രി നീ എവിടെയായിരുന്നു, എന്താ എന്റെ ഫോൺ എടുക്കാത്തതെന്ന് ചോദിച്ചു. പക്ഷെ ഹീറോ ആശുപത്രിയിലാണെന്നുള്ള കാര്യം അവൾ ഒരിക്കലും പറഞ്ഞില്ല. ഹാൻസോ അവന്റെ വീട്ടിലേക്ക് വരെ പോയി നോക്കി, അവിടെ ആരെയും കാണാനില്ല. ബിയോൻസോക്കും ക്ലാസ്സിൽ വരാത്തത് കണ്ടതും ഡൗട്ട് തോന്നി. അവന്റെ ബുള്ളി ഫ്രണ്ട്സിനെ പോയി കണ്ടു. അവൻ എവിടെയാണെന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് അറിയില്ലെന്ന് പറഞ്ഞു. ആശാമാരും ഇനി എങ്ങനെ ഹീറോ മരിച്ചിട്ടുണ്ടോ, ആരും ക്ലാസ്സിൽ വരാതായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നത് അവരെ ഫോളോ ചെയ്തു പോയ ആൻസോ കേൾക്കുന്നുണ്ടായിരുന്നു. ദേഷ്യം വന്ന നല്ല ഇടിയിടിച്ച് സത്യം പറയിപ്പിച്ചു. അത് കഴിഞ്ഞ് നേരെ പോയി മറ്റേ പെണ്ണിനെ കണ്ട് ഏത് ആശുപത്രിയിലാണ് ഹീറോയെ അഡ്മിറ്റ് ആക്കിയതെന്ന് ചോദിച്ചു. അവൾ അവനെ വീട്ടിലേക്ക് ഡിസ്ചാർജ് ആയി പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആൻസോയും സോറി, ഇതെല്ലാം എന്നെ കൊണ്ടാണല്ലോ നിങ്ങൾക്ക് പറ്റിയതെന്ന് പറഞ്ഞു. നീ ഒരു പ്രശ്നത്തിന് പോവാതിരിക്കാനാണ് ഹീറോ നിന്നോട് ഈ കാര്യങ്ങളൊന്നും പറയരുതെന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു. എന്നാൽ അവൻ നേരെ ഹീറോയുടെ വീട്ടിലേക്ക് തന്നെ എത്തി. ഹീറോ ഇപ്പോൾ അവനെ കാര്യം അറിയിച്ചില്ല. ഹാൻസോയെ ഒന്നും അറിയാത്തതുപോലെ അവിടെ നിന്ന് തിരിച്ചു വന്നു. തന്നെ കൊണ്ടാണ് ഇതെല്ലാം പറ്റിയതെന്ന് ആൾക്ക് നല്ല വിഷമമുണ്ട്. വേറൊരു സൈഡിൽ ബിയോൻസോക്കിന്റെ അച്ഛനും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ, എന്റെ രാഷ്ട്രീയ ജീവിതം നശിപ്പിക്കാൻ നോക്കുന്നു, നിന്നോട് പലതവണ ഒതുങ്ങിക്കൂടി ജീവിക്കാൻ പറഞ്ഞതല്ലേ, ഈ നാട് വിട്ട് തന്നെ എങ്ങോട്ടെങ്കിലും പോയിക്കോ, എന്ത് ഡ്രഗ്സ് വേണമെങ്കിലും യൂസ് ചെയ്തോ, ചത്താലും എനിക്ക് പ്രശ്നമില്ലെന്ന് പറഞ്ഞ് നല്ല അടി കൊടുത്താണ് പോയത്. ഇതോടെ ദേഷ്യം വന്ന അവനും ആ ബോക്സറെ വിളിച്ച് റെഡി ആയിക്കോ എന്ന് പറഞ്ഞു. അതിനിടയിൽ മറ്റേ പെണ്ണും ഹാൻസോ സംഭവിച്ച കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടെന്ന് ഹീറോയ്ക്ക് വിളിച്ചു പറഞ്ഞു. ബിയോൻസോക്ക് ഇത് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് അവന്റെ ചീപ്പ് നമ്പർ ഇറക്കി ഹാൻസോയെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി. അവിടെ പോയി നോക്കിയാൽ അവനോട് ദേഷ്യമുള്ള എല്ലാ എണ്ണവും അവിടെ ഇരിക്കുന്നുണ്ട്. നിനക്ക് എന്നോടല്ല പ്രശ്നം, പിന്നെ എന്തിനാ അവരെ ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ് ബിയോൻസോക്കിനെ തല്ലി. എന്നാൽ ഹാൻസോയെ ഇടിക്കാൻ ക്യാഷ് കൊടുത്ത് മറ്റേ ബോക്സറെ അവൻ വിളിച്ചു വരുത്തിയിരുന്നു. നിനക്കുള്ളത് തരാമെന്ന് പറഞ്ഞ് ആ ബുള്ളികളെ ഇടിക്കാൻ തുടങ്ങി. ഇനി എന്ത് സംഭവിക്കും കാണാം അടുത്ത പാർട്ടിൽ.